ഇന്ത്യയ്ക്ക് സ്വാതന്ത്ര്യം ലഭിച്ചത് 1947-ലാണ്. കൃത്യം 100 വർഷം കഴിഞ്ഞ് 2047 ഇന്ത്യ ഒരു മുസ്ലിം ഭൂരിപക്ഷ രാജ്യമായി മാറും. അതിന്റെ ഭാഗമായി മുസ്ലിങ്ങൾ അവരുടെ ജനനനിരക്ക് ഉയർത്തിക്കൊണ്ട് പെറ്റുകൂട്ടിക്കൊണ്ടിരിക്കുകയാണ് എന്ന വാദം സംഘപരിവാർ സൈബർ ഹാൻഡിലുകളിൽ പരക്കാൻ തുടങ്ങിയിട്ട് നാളുകളായി. എന്നാലിപ്പോൾ ഈ പ്രചരണത്തിന് വളരെ ശക്തമായ രീതിയിൽ കുറിക്കുകൊള്ളുന്ന മറുപടിയുമായി മുന്നോട്ട് വന്നിരിക്കുകയാണ് തെലുങ്ക് സൂപ്പർ സ്റ്റാർ അല്ലു അർജുൻ. അല്ലു അർജുന്റെ മറ്റൊരു വീഡിയോ നമ്മുടെ ചാനലിട്ടിട്ടുണ്ട്. കണ്ടിട്ടില്ലാത്തവരൊന്ന് കണ്ടുനോക്കുക. അല്ലു അർജുൻ പറഞ്ഞതിങ്ങനെ: 800 വർഷത്തോളം കാലം പല രാജവംശങ്ങളിലൂടെ മുസ്ലിങ്ങൾ ഇന്ത്യ ഭരിച്ചു. മുഹമ്മദ് ഗോറിയിൽ തുടങ്ങി മുഗളന്മാർ വരെ, കൂടെ ഹൈദരാബാദ് നിസാമും ടിപ്പു സുൽത്താനും. അവരൊക്കെ വിചാരിച്ചിരുന്നെങ്കിൽ പുല്ലുപോലെ ഭൂരിപക്ഷ ജനതയെ മതം മാറ്റാമായിരുന്നു. കാതലായ വിശ്വാസപ്രമാണമില്ലാതെ ആചാരങ്ങളിൽ മാത്രം നിബിഡമായിരുന്നു ഇന്ത്യയിലെ അന്നത്തെ ഭൂരിപക്ഷ ജനത. അതിൽ തന്നെ ദളിതരോടും മറ്റു പിന്നോക്കരോടും ഐത്തവും നിലനിന്നിരുന്നു. ഇങ്ങനെയുള്ളതുകൊണ്ട് തന്നെ ബലം പ്രയോഗിച്ചല്ലാതെ തന്നെ വളരെ നിഷ്പ്രയാസം ഇന്ത്യ ഭരിച്ച മുസ്ലിങ്ങൾക്ക് ഇവരെയൊക്കെ മതം മാറ്റാമായിരുന്നു. എന്നാൽ നൂറ്റാണ്ടുകൾ ഇന്ത്യയെ അടക്കി ഭരിച്ചിട്ടും ഇന്നും മുസ്ലിങ്ങൾ ഇന്ത്യയിൽ 15% താഴെ മാത്രമേയുള്ളൂ. 200 വർഷത്തോളം കാലം ഓട്ടോമൻ സാമ്രാജ്യം ഗ്രീസ് ഭരിച്ചു. ഗ്രീസിൽ ഇന്നും 98% ക്രിസ്ത്യാനികൾ തന്നെയാണ്. കൂടാതെ സെർബിയ, ക്രൊയേഷ്യ, റൊമാനിയ തുടങ്ങിയവ മുസ്ലിങ്ങൾ ഭരിച്ചിട്ടും ഇന്നും ക്രിസ്ത്യൻ ഭൂരിപക്ഷങ്ങളായി നിലനിൽക്കുന്ന രാജ്യങ്ങളാണ്. സത്യത്തിൽ ഇന്ത്യ ഒരു മതേതര രാജ്യമാണ് എന്ന പറച്ചിൽ മാത്രമേയുള്ളൂ. നമ്മൾ മതരാജ്യക്കാരായ സൗദിയെയും ഖത്തറിനെയുമൊക്കെ കണ്ടുപഠിക്കണം. അവിടെ ന്യൂനപക്ഷങ്ങൾക്കെതിരെയോ അവരുടെ മതങ്ങൾക്കെതിരെയോ എന്തെങ്കിലും ഒരു വാക്ക് മിണ്ടിയാൽ പോലും പിടിച്ചെടുത്താക്കും. ന്യൂനപക്ഷങ്ങൾക്ക് വളരെ സംരക്ഷണം നൽകുന്ന രാജ്യങ്ങളാണോ മതരാജ്യങ്ങളായിട്ട് പോലും. അല്ലാതെ വർഗീയത പറയുന്നവരെ പിടിച്ച് പാർലമെന്റിലെത്തിക്കുന്ന സ്വഭാവം അവർക്കില്ല. ആമിർ ഖാന്റെ ഭാര്യ പറഞ്ഞതുപോലെ ഇന്ന് ഇന്ത്യയിൽ നിൽക്കാൻ തോന്നുന്നില്ല. അത്രയധികം വർഗീയതയും വെറുപ്പുമാണ് ഇന്ത്യയിൽ ഉള്ളത്. പഴയ ഗാന്ധിജിയുടെ ഇന്ത്യ നമുക്ക് നഷ്ടമായി എന്നും CTV ന്യൂസിന് നൽകിയ അഭിമുഖത്തിൽ അല്ലു അർജുൻ പ്രതികരിച്ചു.